ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സുധിചേട്ടന്റെ മരണ ദിവസം ഓർമ്മയില്ല. പക്ഷെ അത് ഓർമ്മിക്കാത്ത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അത് നല്ല ദിനങ്ങൾ മാത്രമേ ഓർമ്മിക്കാറുള്ളൂ. പൊട്ട ദിനങ്ങളൊന്നും ഞാൻ ഓർമ്മിക്കാറില്ല. അതുകൊണ്ടാണ്. പക്ഷേ സുധിചേട്ടൻ അന്ന് എന്നെ ഉമ്മ വെച്ചതും എന്നെ നോക്കി നിന്നതും അതുപോലെ എൻ്റെ കുഞ്ഞിനെ തലോടിയതും കുഞ്ഞിനെ ഉമ്മ വെച്ചതും സുധിചേട്ടൻ 7 മണിക്കാണ് പോയത്. 7 മണിക്ക് എണീറ്റപ്പോൾ വവുട്ടാ എണീക്കുന്നില്ലേ എന്നും പറഞ്ഞ് ഞാൻ നോക്കുമ്പോൾ സുധിചേട്ടൻ എല്ലാം റെഡിയായി ബാഗൊക്കെ തോളത്തിട്ട് നിൽക്കുന്നതൊക്കെ ഞാൻ കണ്ടു. ഇതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഏത് ഷർട്ട് ധരിച്ചെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ മരിച്ചത് ഡേ ഞാൻ ഓർമ്മിക്കാത്തത് എന്താ വെച്ചാൽ എനിക്ക് ഇങ്ങനെ കരിദിനങ്ങളൊന്നും ഓർമ്മിക്കാൻ ഇഷ്ടമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേണുസുതി വന്നിട്ടുണ്ട് കേട്ടോ. പുതിയ കുറെ ന്യായീകരണവുമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, മലയാളികളുടെ തമന്നയാണ് ഞാൻ എന്നും കൂടി ആൾ പറയുന്നുണ്ട് കേട്ടോ. ആളുടെ വോയിസ് ഒക്കെ നമുക്ക് കേൾക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ഒന്നുമില്ല, ഒരു സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടനും കൂടി അമർത്തിക്കോളൂ കേട്ടോ. അപ്പോൾ രേണുസുതി പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഉദ്ഘാടനം ചെയ്ത എല്ലാ കടകളും നല്ല രീതിയിലാണ് പോകുന്നത്. ഇപ്പൊ നോക്കി നോക്കൂ, ഞാൻ ഇത്രയും ദിവസമായിട്ട് ഉദ്ഘാടനം ചെയ്തത് ഒരു 10, 15, 20 കടയെങ്കിലും ഉണ്ടാവും. അതൊക്കെ നല്ല രീതിയിൽ നന്നായിട്ട് റൺ ചെയ്ത് പോകുന്നുണ്ട്. ഇത് പറയേണ്ടത് രേണുസുതിയല്ല. ഇത് പറയേണ്ടത് ആ കടക്കാരാണ് പറയേണ്ടത്. രേണുസുതി ഉദ്ഘാടനം ചെയ്തത് കൊണ്ട് ഞങ്ങളുടെ കട നന്നായി പോയി എന്ന്. അല്ലാതെ ഞാൻ തന്നെ എന്നെ തന്നെ ഇരുന്ന് പൊക്കി പറയാ, അത് നല്ല കാര്യമല്ല. ചിലരുടെ നാള് നല്ല നാളാണെങ്കിൽ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. നല്ല നാളാണെങ്കിൽ ആ കട നന്നായി പോകും. ചിലരുടെ കൈ തൊട്ടാൽ തന്നെ അത് മുടിഞ്ഞു പോകും, അങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പോ ഇത് പറയേണ്ടത് കടക്കാരാണ്. അതുകൊണ്ട് നമുക്ക് രേണുസുതിയുടെ വോയിസ് നമുക്കൊന്ന് കേൾക്കാം. ഞാൻ ഒരു എനിക്ക് തോന്നുന്നു 10-12 സ്ഥാപനമെങ്കിലും ഞാനിപ്പം ഒരു 2-3-4-5 മാസം കൊണ്ട് ഇനോഗ്രേഷൻ ചെയ്തു. അത് നല്ല രീതിയിൽ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. അതെനിക്ക് ദൈവത്തോട് നന്ദി പറയുന്നു. സുധിച്ചേട്ടൻ്റെ അനുഗ്രഹം, പിന്നെ നിങ്ങളുടെ സ്നേഹം, പ്രേക്ഷകരുടെ. സുധിച്ചേട്ടൻ്റെ അനുഗ്രഹം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വേറൊരു കാര്യം ചോദിക്കാം. ചേച്ചി കഴിഞ്ഞ ദിവസം ഒരാൾ റിയാക്ട് ചെയ്തിട്ടേക്കുന്ന വീഡിയോ ആണ്. ചേച്ചി പറഞ്ഞു, സന്തോഷ നിമിഷങ്ങൾ മാത്രം നമ്മൾ ഓർത്തിരുന്നാൽ പോരെ, ഇതുപോലത്തെ കാര്യങ്ങൾ എന്തിനു ചിന്തിക്കണം, അത് മറ്റുള്ളവർ വളച്ചൊടിച്ച് ചേച്ചി സുധിച്ചേട്ടനെ മറന്നു, അത് ആ രീതിയിലേക്ക് പറഞ്ഞു. ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു? ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ റിയാക്ഷൻ വീഡിയോസ് ഒന്നും കാണാറില്ല. എനിക്ക് ആരെങ്കിലും ലിങ്ക് അയച്ചു തരും, പക്ഷെ എന്നാൽ പോലും ഞാൻ കാണാറില്ല. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറയും, ഇന്ന പോലെ എന്നെ അടുത്തറിയാവുന്നവർക്കറിയാം ഞാനിതൊന്നും കാണാറില്ലെന്ന്. പക്ഷെ എങ്കിലും പോയിന്റുകൾ ഇങ്ങനെ പറയും, എടി ഇന്ന പോലെയൊക്കെ കാര്യങ്ങളുണ്ട് എന്ന് പറയും. ചേച്ചി അങ്ങനെ പറയാനായിട്ട് കാരണം എന്താണ്? ഞാനങ്ങനെ പറയാനുണ്ടായ ഒരു കാരണം? ഞാനൊരു കാര്യം പറയട്ടെ. 2000 ഇപ്പോൾ 26 ഞാൻ 1991 ജനിച്ചെങ്കിൽ ഞാൻ എന്താ പറയുന്നത് പറയാം, 1990 അങ്ങനെയൊക്കെ ഒരു ഇതിലാണ് ഞാൻ ആ ഒരു കാലഘട്ടം പറഞ്ഞ പോലെ പറഞ്ഞതാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, സുധിച്ചേട്ടൻ എന്ന് മരിച്ചു ആ തലേന്ന് എന്നെ ലാസ്റ്റ് നോക്കിയ ആ നോട്ടം തൊട്ട് ഇന്ന് ഈ നിമിഷം വരെ 3 വർഷമാകുന്നു. ജൂൺ 5 3 വർഷമാകുന്നു. ഇന്ന് ഈ നിമിഷം വരെയുള്ള ഓരോ കാര്യങ്ങളും, അല്ലെ അദ്ദേഹം ലാസ്റ്റ് എന്നെ നോക്കിയിട്ട് പോയി അലമാരിയുടെ അവിടെ നിന്നിട്ട് ഞാൻ ഉറങ്ങുമായിരുന്നു. ഞാനത് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാണ്. ഞാൻ രാവിലെ കണ്ണ് തെളിച്ചപ്പോൾ സുധിച്ചേട്ടൻ ഒരുങ്ങി നിൽക്കുക, പോകാം ലാസ്റ്റ് പ്രോഗ്രാമിന് പോകാം. അപ്പം ക്രോസ് ബാഗൊക്കെ ഇട്ട് ഒരുങ്ങി നിൽക്കുക. എന്നെ ഇങ്ങനെ കുറേ നേരം സൂക്ഷിച്ച് നോക്കി നിൽക്കുക. അങ്ങനെ നോട്ടം പതിവില്ല, ആൾ പോവാന്ന് പറഞ്ഞാൽ പോവുക. അല്ലെങ്കിൽ അപ്പം ഞാൻ ചോദിച്ചാൽ എന്താ നേരത്തെ, അപ്പം പറഞ്ഞു പോകട്ടെ, സമയം ഇത്രയും ലേറ്റായി, നീ നോക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോഴാണ് 7 മണി എങ്ങാണ്ടായി. അപ്പോൾ ആളെ നോക്കിയപ്പോഴത്തേനും ആളെന്നെ കുറേ നേരം ഇങ്ങനെ നോക്കി നിന്നപ്പം ഞാൻ എന്താ അപ്പം ഒന്നുമില്ല ഞാൻ പോവാന്ന് പറഞ്ഞപ്പം എന്നെ ഇങ്ങനെ, ഞാനും കുഞ്ഞും കിടക്കുക, എന്നെ ഇങ്ങനെ തൊടാതെ ഇങ്ങനെ മാറി നിന്നിട്ട് കുഞ്ഞിനിങ്ങനെ കുറേ നേരം ഉമ്മ കൊടുത്തു. അപ്പം ഞാൻ അങ്ങോട്ട് പറഞ്ഞു സുചേട്ടനോട്, ഇതെന്തുവാ സുചേട്ടൻ, നാളെ വെളുപ്പിനെ വരുന്നതല്ലേ, പിന്നെ നിങ്ങൾ എന്തിനാ ഇത്രയും നേരം ഉമ്മ കൊടുക്കുന്നത്, പോകാൻ പറഞ്ഞു, സമയം പോയില്ലേന്ന്. അപ്പം തിരിഞ്ഞു വന്നിട്ട് ഇപ്പോഴും ഞാൻ ഓർക്കുന്ന കാര്യങ്ങളാണ്. ഈ മറന്നു പോയവരായിരിക്കും, ഈ മറന്നു പോയവരോടാണ് ഞാൻ ഓർമ്മിക്കുന്നത്. ചേട്ടൻ പോയതിൻ്റെ അന്നത്തെ ദിവസമാണ് പറയുന്നത്. അപ്പോൾ ആൾ തിരിഞ്ഞു വന്നിട്ട് എൻ്റെ നെറ്റിയിലൊരു ഉമ്മ വന്നിട്ട് പറഞ്ഞ്, വാവട്ടെ പപ്പായ അമ്മയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ട് പപ്പ കിടക്കുക, ഓപ്പറേഷൻ ചെയ്ത്, നീ എനിക്ക് കുരിശ് വരച്ച് തരാൻ പറഞ്ഞു, പ്രാർത്ഥിച്ച്. അങ്ങനെ ചെയ്തിട്ടാണ് ആൾ പോയത്. അപ്പം അന്ന് തൊട്ടുള്ള ഈ എല്ലാ കാര്യങ്ങളും, ആളെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ശ്വാസിൽ വെച്ചാണ് സുധിച്ചേട്ടനെ മോനെ കാണുന്നത്. ലൈഫിൽ ആദ്യമായിട്ട് 2017 ആ കാലം, 2016 ആ സമയത്താണ് ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തെ കാണുന്നത്. അപ്പോൾ ആ സമയത്ത് അന്ന് തൊട്ട് ആളും കിച്ചും ഏത് ഷർട്ടാണ് ഇട്ടെന്നും ശ്വാസിൽ ഞാൻ താഴെ വന്നപ്പോഴത്തേന് നമ്മുടെ എറണാകുളം, ഞാൻ ആ ലിഫ്റ്റിൻ്റെ അവിടെ താഴെ വന്നപ്പോൾ ആൾ വന്ന് അന്ന് കണ്ട ആ മുഖവും ലാസ്റ്റ് പോകാൻ നേരത്ത് ആ മുഖം, അതുവരെയുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് ഓർമ്മയാണ്. ഒരു ദിവസം പോലും സുധിച്ചേട്ടനെ ഓർക്കാത്ത നിമിഷങ്ങളില്ല. അത് മറ്റുള്ളവരോട് എനിക്ക് പറയേണ്ട കാര്യമില്ല. പിന്നെ എന്താണ് ഈ മറുപടി ഇതാണ് എനിക്ക് അവരോട് പറയാനുള്ള മറുപടി. അതെ അതെ, എനിക്ക് ലാസ്റ്റ് കണ്ട ആ മുഖഭാവം ഉണ്ടല്ലോ സുധിച്ചേട്ടനെ പോലെ, സുധിച്ചേട്ടൻ എനിക്കൊരു ഉമ്മ തന്നു ലാസ്റ്റ് ആയിട്ട് എന്റെ നെറ്റീമേ. അതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ടല്ലോ. നിങ്ങൾ അതിനെ എന്നെ കുറ്റം പറയുന്നത്? ഇതൊക്കെ ഓർമ്മിച്ച് വെക്കുന്നില്ലേ? പിന്നെ ഈ പറയുന്നവരൊക്കെ ഇതൊക്കെ ഓർമ്മിക്കുന്നുണ്ടോ എന്നാ ചോദിക്കുന്നത്. നമുക്ക് എന്തിനാണ് സുധി മരിച്ച ആ ദിനത്തിന്റെ കാര്യങ്ങളൊക്കെ ഇത്രയും ഓർമ്മിക്കേണ്ട ആവശ്യം? സുധിച്ചേട്ടൻ എന്ന് പറഞ്ഞ് നടക്കുന്ന ആളല്ലേ ഇതിനെ ഓർമ്മിക്കേണ്ടത്. 7 മണിക്ക് റെഡിയായി പോകാൻ നിൽക്കുന്ന സമയത്ത് എന്നെ വിളിച്ചു, വാവൂട്ടാ എണീക്കുന്നില്ലേ, ജ്യൂസ് കുടിച്ചോളൂ, എന്നിട്ട് ചേട്ടൻ എന്നിട്ട് പോട്ടെ എന്ന് പറഞ്ഞ് എണീപ്പിച്ചു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചേട്ടൻ ജ്യൂസൊക്കെ അടിച്ചു വെച്ചിട്ടാണ് പോകുന്നത്.
പോകുന്നത്. അല്ലാതെ ഒരു ഭർത്താവ് ജോലിക്ക് പോണ സമയത്ത് വാവൂട്ടിന് എണീറ്റിട്ട് ചായ ഉണ്ടാക്കി കൊടുക്കുക, ആ വക പരിപാടിയൊന്നും അവിടെ ഇല്ല. അപ്പൊ കണ്ണു തുറന്ന് നോക്കുമ്പോ സുധിച്ചേട്ടൻ കുളിച്ച് യാത്രയായി ബാഗ് ഇട്ട് നിൽക്കുന്ന രംഗമാണ് ആ കാണുന്നത്. അപ്പൊ ഒന്ന് പുന്നാരിച്ചു, പക്ഷെ മക്കളാണല്ലോ കിടന്ന് ഉറങ്ങുന്നത്, ഒന്ന് പുന്നാരിച്ചിട്ടാണ് സുധിച്ചേട്ടൻ കിടന്ന് പോയത്. എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ വാവൂട്ടാ എന്ന് പറഞ്ഞ് വാവൂട്ടിന് ഉമ്മ കൊടുത്തു, ഉണ്ണിക്ക് ഉമ്മ കൊടുത്തിട്ടൊക്കെയാണ് പോയത്. മക്കള് കിടന്ന് ഉറങ്ങുകയാണ്, അവരെ പിടിച്ച് പുന്നാരിക്കുന്ന പോലെ ഉമ്മ കൊടുത്തിട്ടാണ് പോയിരിക്കുന്നത്. ഒരു ഭാര്യയാണ് ഈ പറയുന്നത് കേട്ടോ, ഞാൻ സുധിച്ചേട്ടന്റെ ഭാര്യയാണ് എന്ന് പറയുന്ന ആളാണ് ഈ പറയുന്നത്. അപ്പൊ അന്ന് ഇട്ട ഷർട്ടുകളും സുധിച്ചേട്ടൻ ഉമ്മ വെച്ചതും നോക്കി നിന്നതും ഒക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അതുപോലെ ഇപ്പൊ എന്നെ വിളിക്കുന്നത് നോക്കി മലയാളികളുടെ തമന്ന, മലയാളികളുടെ അല്ല, പാവങ്ങളുടെ തമന്ന എന്നാണ്. എനിക്കത് ഇഷ്ടമാണ്. തമന്ന മേഡത്തിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുന്നത് കേട്ടോ. ആ വോയിസ് നമുക്കൊന്ന് കേട്ടു നോക്കിയോ. ചേച്ചി കണ്ടപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. ചേച്ചി ഇങ്ങനെ ഓരോ ദിവസങ്ങളിൽ ഓരോ പേരുകളായിരുന്നു. അന്ന് പല്ലി മാറി, അതിനുശേഷം നിക്കർ വിധവ വന്നു, അതിനുശേഷം ഇപ്പോൾ വന്നേക്കുന്നതാണ് മലയാളികളുടെ തമന്ന. ചേച്ചി കഴിഞ്ഞ ദിവസം ഒരു ഇനാഗ്രേഷൻ. അത് മലയാളികളുടെ തമന്ന, പാവങ്ങളുടെ തമന്ന, മലയാളികളുടെ അല്ല, പാവങ്ങളുടെ തമന്ന. സന്തോഷമേ ഉള്ളൂ. എനിക്ക് തമന്ന മാമിനെ ഭയങ്കര ഇഷ്ടമാണ്, പണ്ട് തൊട്ടേ ഇഷ്ടമാണ്. ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ, ഒന്ന് രേണു സുധിയുടെ വിവാദവും അതുപോലെ തന്നെ ബീഫ് കഴിക്കുന്നതിനെ കുറിച്ച് വിവാദമാണ്. അതുകൊണ്ട് ചോദിക്കണം, ചേച്ചി ബീഫ് കഴിക്കാറുണ്ടോ? ഇല്ല, അതിൻ്റെ ഗ്രേവി മാത്രം, കരളില്ലേ, ദൈവമേ അടുത്ത വിവാദം ഉണ്ട്. അതിൻ്റെ കരളില്ലേ, അത് മാത്രം, അത് സോഫ്റ്റ് അല്ലേ, ബീഫിൻ്റെ കൂടെ കരൾ കിട്ടത്തില്ലേ, ആ കരൾ മാത്രം കഴിക്കും. ബീഫ് കഴിക്കാറില്ല ഞാൻ. ബീഫ് കഴിക്കില്ല, ബീഫിന്റെ ഗ്രേവി കഴിക്കും, കരള് കഴിക്കും. അപ്പൊ അതന്നെയാണ് ബീഫ് വെന്ത ആ ഗ്രേവി അതല്ലേ കഴിക്കുന്നേ. അപ്പൊ അതിന്റെ ആ ചാറ് കഴിക്കാന്ന് പറഞ്ഞാൽ അത് കഴിക്കുക തന്നെയാണ്. പിന്നെ പേഴ്സണൽ ആയിട്ട് വെക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് രേണുസുതി. അത് മുഴുവൻ പബ്ലിക് ആക്കിയിട്ട് പിന്നെ എന്റെ പേഴ്സണൽ മാറ്ററിൽ വന്നിട്ട് യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവർ കിടന്ന് ചൊറിയുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ മൂപ്പരാൾ പുതിയൊരു അടവെടുത്ത് വന്നിട്ടുണ്ട്. ഭർത്താവ് മരിച്ച സ്ത്രീയല്ലേ, 2 മക്കളെ നോക്കണ്ടേ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്. ഇത് വീണ്ടും ഒരു ഐഡിയ എടുത്തുകൊണ്ട് വരികയാണ്. ഞാൻ 2 മക്കളെ നോക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യുന്നു, പൊക്കിൾ കാണിക്കുന്നു, തൊട കാണിക്കുന്നു, ബ്രസ്റ്റ് കാണിക്കുന്നു, ഇതൊക്കെ ഞാൻ കാണിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഭർത്താക്കന്മാര് മരിച്ച ഭാര്യമാരെ പ്രതിനിധീകരിക്കുക, റെപ്രസെന്റേറ്റീവ് ചെയ്തിട്ടാണ് ഞാൻ അതൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ട് പൊളിച്ചുകൊണ്ട് ആള് വരുന്നുണ്ട്. അപ്പൊ നമ്മള് വസ്ത്രം ധരിക്കണം, നല്ല വസ്ത്രങ്ങൾ ധരിക്കണം. ഇനി ഓരോ സന്ദർഭങ്ങളുണ്ട് വസ്ത്രം ധരിക്കാനുള്ളത് അല്ലെ. ഇപ്പൊ ഒരു അമ്പലത്തിൽ പോവാണെങ്കിൽ അതിൻ്റെതായ രീതിയിലുള്ള വസ്ത്രം ധരിക്കണം. ഇനിയിപ്പോ ഒരു പാർട്ടിക്ക് പോവാണെങ്കിൽ അതിൻ്റെതായ രീതിയിൽ. ഇപ്പൊ ഉത്രളിക്കാവ് എന്ന് പറഞ്ഞാൽ തൃശ്ശൂരുള്ള ഒരു അമ്പലത്തിൽ വന്നിട്ട് ആള് ഇപ്പൊ ഇന്നലെ ഒരു ഡാൻസ് ഒക്കെ കളിച്ചു, പാവാട വള്ളിയൊക്കെ പുറത്തേക്ക് നിലത്ത് വീഴാറായി, ഇപ്പൊ പാവാട പൊട്ടി വീഴുന്ന നിലയായി. അപ്പൊ ആളെന്നെ പറയുന്നുണ്ടെങ്കിൽ അതിനെതിരെ എനിക്കിപ്പോ വിവാദം വരും. അത് നമ്മൾ സഹിക്കണം. നമ്മൾ മറ്റുള്ളവർക്ക് കാട്ടി കൊടുക്കുമെന്നുണ്ടെങ്കിൽ നമ്മൾ സഹിക്കുകയും കൂടി വേണം. വിവാദം നമ്മളത് ഏറ്റെടുത്തേ 2 കൈയും നീട്ടി ഏറ്റെടുക്കണം. കാരണം ഒരു അമ്പലത്തിൽ പോകുമ്പോൾ എങ്ങനെ പോകണം, ഏതൊക്കെ രീതിയിൽ വസ്ത്രധാരണം നടത്തണം എന്നൊക്കെ നമുക്കറിയണം. എന്റെ പാവാടയുടെ വള്ളിയിലേ കണ്ടുള്ളൂ, അത് ഇട്ടിട്ടുണ്ടല്ലോ, ഞാൻ അടിപ്പാവാട ഇട്ടിട്ടുണ്ടല്ലോ, അത് കാണിക്കാൻ വേണ്ടി ഇട്ടതാണ്, അല്ലെങ്കിൽ ബ്രേസർ ഇട്ടിട്ടുണ്ടല്ലോ, അത് കാണിക്കാൻ വേണ്ടി ബ്രേസർ കാണിച്ചതാണെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ആൾക്കാര് മുന്നിൽ പബ്ലിഷ് ചെയ്ത് നമ്മുടെ എല്ലാ പേഴ്സണൽ മാറ്റേഴ്സും പബ്ലിഷ് ചെയ്താൽ ആൾക്കാർ നന്നായി വിമർശിക്കുക തന്നെ ചെയ്യും.